അങ്ങയെ സ്തുതിക്കുന്നു. ഈ പകൽ സമയം അല്പനിമിഷങ്ങൾ മാത്രം ഞങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്നത് അടിയങ്ങളുടെ ആത്മീക വർധനവിനും തിരുനാമത്തിൻ്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനും അത് കാരണമാക്കണം. പുത്രനെ ഞങ്ങളിൽ ഉയർത്തണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ പെട്ടെന്ന് കൊരിന്ത്യരുടെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ളതാകുന്ന ആ തിരുവചന ഭാഗം ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കൊരിന്ത്യരുടെ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കരുത്. എനിക്ക് എത്രയും ലഘുകാര്യം, എന്നാൽ ഞാൻ എന്നെ തന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുമ്പോഴും സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന്നെ ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. വളരെ ബൃഹത്താകുന്ന ഒരു വിഷയമാണ് വാസ്തവത്തിൽ നമുക്കിന്ന് ഡീൽ ചെയ്യുവാനായിട്ടുള്ളതെങ്കിലും അത് ബൃഹത്തായിട്ട് പറയാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. അതുകൊണ്ട് വളരെ രത്ന ചുരുക്കത്തിൽ ആ വേദഭാഗത്തിൻ്റെ ആശയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മൾ തുടർച്ചയായിട്ട് ഈ തിരുവചന ഭാഗം ചിന്തിച്ചു കൊണ്ടിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഈ വേദഭാഗത്ത് മുകളിലുള്ളതാകുന്ന വേദഭാഗത്തോടുള്ള ബന്ധത്തിലാണ് ചില കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നത്. ആ വേദഭാഗം എല്ലാം ചേർത്ത് വായിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. അവരുടെ ഇടയിലുള്ളതാകുന്ന ഭിന്നതയും ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു അവരുടെ ഇടയിലുള്ള ശുശ്രൂഷകന്മാരെ വിലയിരുത്തുക, മാർക്കിടുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു. ആ ഹോബി അന്ന് മുതൽ ഇന്ന് വരെയും വളരെ ഫെയ്ത്ത്ഫുള്ളി ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഹോബി കൊരിന്തിലുള്ള ആ വിശുദ്ധന്മാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസിന്റെ മേൽ അവർ വിധി പാസാക്കി. പല നിലകളിൽ പൗലോസിനെ വിധിച്ചു. തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെ വിധിച്ചു. അതിന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന മറുപടിയാണിത്. അല്ലാതെ വിധിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് ഉപയോഗിച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ശിക്ഷണ നടപടികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കരുതെന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ആ കൊരിന്ത്യ ലേഖനം തന്നെ വായിച്ചു നോക്കിയാൽ, ഇത് ഞാൻ ആദ്യമേ പറയുന്നത്, ആ കൊരിന്ത്യ ലേഖനം തന്നെ നമ്മൾ വായിച്ചു നോക്കിയാൽ 5:12 6:5 വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമാകും. അപ്പോൾ ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നതാകുന്ന വിധിയെക്കുറിച്ച് അല്ലെങ്കിൽ the judgment that really matters, വാസ്തവത്തിൽ ഗൗരവമുള്ളതാകുന്ന വിധി എന്ത്, ന്യായവിധി എന്ത്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പൗലോസ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ആ മുകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതാകുന്ന വേദഭാഗത്തുള്ള 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നു. ഒന്ന്, ഞങ്ങൾ ദൈവസഭയിൽ ദാസന്മാരാണ്. ആ കാര്യം നേരത്തെ പറഞ്ഞു. ഞങ്ങളുടെയും നിങ്ങളുടെയും യജമാനൻ ഒരുത്തനേ ഉള്ളൂ, അത് ദൈവമാണ്. നടുന്നവനും നനയ്ക്കുന്നതും ഏതുമില്ല, വളരുമാറാക്കുന്നവൻ ദൈവമാണ്. ഞങ്ങൾ ദാസന്മാരാ, ഞങ്ങളെ ദാസന്മാരെന്ന് എണ്ണിക്കൊള്ളട്ടെ. ആ കാര്യം പൗലോസ് നേരത്തെ പറഞ്ഞു. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ അതിൻ്റെ 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ അല്ലെങ്കിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ താൻ ഓരോരുത്തൻ്റെ പ്രവൃത്തി താൻ തന്നെ നോക്കിക്കൊള്ളട്ടെ എന്നിട്ട് പറഞ്ഞു, തീ കൊണ്ട് അതിനെ എന്ത് ചെയ്യും, ശോധന ചെയ്യും. സോ ദർ വിൽ ബി എ ജഡ്ജ്മെന്റ്, ദർ വിൽ ബി എ ജഡ്ജ്മെന്റ്. അപ്പം ഈ 2 കാര്യങ്ങളെ ഒന്നിച്ച് ചേർത്ത്
ഈ 4-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ പറയുക. 1, ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാകുന്നു. 2, ഒരു ന്യായവിധി. ഞങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാകൊണ്ട്, കൊരിന്ത്യരെ, ഞങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളുടെയും ദാസന്മാരാ. ക്രിസ്തുവിൽ നിങ്ങളുടെയും ദാസന്മാരാ. പക്ഷെങ്കിൽ നിങ്ങളോടല്ല ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളുടെയും ദാസന്മാരാണ്. പക്ഷെ ഞങ്ങൾ കണക്ക് കൊടുക്കേണ്ടത് ഞങ്ങളുടെയും നിങ്ങളുടെയും യജമാനനാണ്. എന്നിട്ട് ഈ ഒരു സാദൃശ്യം, മുകളിൽ പറഞ്ഞ ദാസനെന്നുള്ള ഒരു സാദൃശ്യം അല്പമൊന്ന് വ്യത്യാസപ്പെടുത്തി അവിടെ ഗൃഹവിചാരകന്മാരെന്ന് വിളിക്കുന്നു. ഗൃഹവിചാരകന്മാർ, സ്റ്റുവേർഡ്സ്. ആ ഗൃഹവിചാരകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന യോഗ്യത, അവര് ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകത്വം വഹിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ അവരെന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. ആ വിശ്വസ്തതയെ കുറിച്ച് നോക്കണം. സക്സസ് അല്ല, വിജയമല്ല, വിശ്വസ്തതയാ കാര്യം. വിജയം വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെങ്കിൽ അതല്ല കാര്യം. വിശ്വസ്തത ഇത് വളരെ വ്യക്തമാണ്. വ്യക്തിപരമാകുന്ന ജീവിതത്തിലും നമ്മുടെ സക്സസ് അല്ല വിഷയം, നമ്മൾ വിശ്വസ്തരായിരുന്നോ എന്നുള്ളതാ വിഷയം. ആ കാര്യം വളരെ വ്യക്തതയോടെ ദൈവജനം മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഭവനത്തിന്റെ അധികാരിക്ക് മാത്രമേ വാസ്തവത്തിൽ ആരായിരുന്നു വിശ്വസ്തരെന്ന് അന്തിമമായി വിധിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യന് പല ജഡ്ജ്മെന്റും പാസ്സാക്കാം, പക്ഷെങ്കിൽ ആരായിരുന്നു വിശ്വസ്തരെന്ന് അന്തിമമായി വിധിപ്പാൻ കഴിയുന്നത് ഭവനത്തിന്റെ അധികാരിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ, അതിന് 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തും 5-ാമത്തെ വാക്യത്തിലും നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്ന കാര്യം, അത് either way, whether you consider me as an educated, philosophically right orator or not, it doesn't matter a thing. ആ കാര്യം ഏറ്റവും ലഘുവാ, അത് വിഷയമല്ല. പൗലോസ് പറയുക, നിങ്ങൾ എന്നെ വിധിക്കുന്നതിൽ അത് ഏറ്റവും ലഘുവായിരിക്കുന്നു. ഇനിയും നിങ്ങൾ എന്നെ വിധിക്കുന്ന കാര്യം മാത്രമല്ല ലഘുവായിരിക്കുന്നത്. 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ ഇനിയും എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും, ശ്രദ്ധിച്ചേ പലരും പറയുന്നത് ഇതാ, എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ എന്തല്ല? നീതിമാനല്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. കാലപ്പഴക്കം കൊണ്ട് നമ്മൾ സൗകര്യപൂർവം ക്രമീകരണവും വിശുദ്ധീകരണവും ജീവിതത്തിൽ വരുത്തേണ്ടത് നമ്മൾ അങ്ങ് മറന്നു കളയും. ശ്രദ്ധിക്കണേ, നമ്മൾ അങ്ങ് മറക്കും. അങ്ങനെ മറക്കുന്നത് കൊണ്ട്, ഈ മനസാക്ഷി തഴമ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ വലിയ ബോധമൊന്നും വരികയില്ല. പലരും നമ്മൾ പറയുന്ന ഒരു കാര്യം, ഞാൻ അതിനകത്ത് ക്ലിയറാ. നോ, നമ്മൾ അതിനകത്ത് ക്ലിയർ ആണെന്ന് നമുക്ക് തോന്നുക. പക്ഷെ പൗലോസ് പറയാ, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ എന്തല്ല? അതുകൊണ്ട് ഞാൻ നീതിമാനല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, മനുഷ്യരുടെ ഒപ്പീനിയൻ, മനുഷ്യരുടെ അഭിപ്രായം, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഒന്ന്, നിങ്ങൾ എന്നെ വിധിക്കുന്നതിൽ ആ കാര്യത്തിൽ വലിയ വിഷയമൊന്നുമല്ല. കാരണം അത് പൗലോസ്
തൻ്റെ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ട് ഉള്ള ഒരാളാണ്. അപ്പോസ്തല പ്രവൃത്തി എടുത്ത് വായിക്കണ്ട, വീട്ടിൽ പോയി വായിക്കാനുള്ള നേരമേ ഉള്ളൂ. 14-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഞാനതിന് മുൻപ് ഈ ഭാഗം റെഫർ ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവിടെ ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ, ജനനം മുതൽ മുടന്തനാകുന്ന ഒരു മനുഷ്യനിരുന്നു. ബർന്നബാസും പൗലോസും ലുസ്ത്രയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചെന്നപ്പോൾ അവനെ സൗഖ്യമാക്കിയപ്പോൾ ലുസ്ത്രയിലുള്ള ബർബരന്മാർ പറഞ്ഞു, ഇവര് സാധാരണ മനുഷ്യരൊന്നുമല്ല, ഇവര് ദേവന്മാരാകൊണ്ട് അവർക്ക് പൂജ ചെയ്യുവാൻ, യാഗം കഴിപ്പാനായിട്ട് കാള കൊണ്ടുവന്നു. എന്നാൽ പൗലോസും ബർന്നബാസും അവരെ പ്രയാസത്തോടെ തടുത്തെന്നാ പറയുന്ന, പ്രയാസത്തോടെ തടുത്തു. എന്നാൽ അടുത്ത വാക്യങ്ങൾ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇതേ ജനത്തെ ആസിയയിൽ നിന്ന്, അന്ത്യോക്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ ഇതേ ജനത്തെ എന്ത് ചെയ്തെന്നറിയാമോ? വശത്താക്കി പൗലോസിനെ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. നോക്കിക്കോണേ, ഒരു ദിവസത്തിന്റെ വല്ലതും വ്യത്യാസം, അല്ലെ 2-3 ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. 2 ദിവസം മുൻപ് ആരെ പൂജിക്കാൻ തുടങ്ങിയോ അവരെ അതേ കൂട്ടരെന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. പൗലോസിന് അതൊന്നും വലിയ വിഷയമല്ല. കാരണം അതിനൊരു പ്രസിഡന്റ് ഉണ്ട്, അതിന് മുൻപിൽ അതിനൊരു മാതൃകയുണ്ട്. കാരണം പൗലോസിന് നന്നായിട്ട് അറിയാം, ചില നാളുകൾക്ക് മുൻപ് എൻ്റെ ഗുരുവിനെ ഇതുപോലെ ഇവരെല്ലാം കൂടെ രാജാവാക്കണമെന്നൊക്കെ പറഞ്ഞേച്ച് മഹാപുരോഹിതന്മാർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പ്ലേറ്റ് തിരിച്ചു വെച്ചു, അവനെ ക്രൂശിക്കുക. അപ്പൊ ഗുരുവിന് കിട്ടിയതിൽ കൂടുതലൊന്നും ശിഷ്യന് കിട്ടുകയില്ലെന്ന് പൗലോസിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് വലിയ മനപ്രയാസമൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടാണ് മനപ്രയാസം തോന്നിയത്? ഗുരുവിനേക്കാളും വലുതല്ലല്ലോ ശിഷ്യൻ. കാരണം ആദ്യം ഇവരെന്തോ പറഞ്ഞതാ? ദേവന്മാരാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പറഞ്ഞു അവരെ കല്ലെറിഞ്ഞു. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്ന വിഷയം, ശിഷ്യന്മാർ ചുറ്റി നിൽക്കുമ്പോൾ പൗലോസ് എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് തന്നെ ചെന്നു. എന്നിട്ട് പിറ്റേന്നാൾ ദർബയ്ക്ക് പോയി. ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു പുതിയ സെർമൺ കൊണ്ടാകാൻ പോയത്, ഒരു പുതിയ പ്രസംഗം. ഇങ്ങനെ നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ സ്വർഗ്ഗം. അപ്പൊ പൗലോസിന്റെ തന്റെ അനുഭവത്തിൽ അറിയാം, ഇറ്റ് ഡസന്റ് മാറ്റർ. മനുഷ്യന്റെ ഒപ്പീനിയൻ അത് ഇന്ന് നല്ലത് പറയും, നാളെ ചീത്ത പറയും. ഇന്ന് ചീത്ത പറയും, നാളെ നല്ലത് പറയും. ഇന്നത്തെ സുഹൃത്തുക്കൾ നാളെ ശത്രുക്കളാക്കും, നാളത്തെ ശത്രുക്കൾ അടുത്ത ദിവസം സുഹൃത്തുക്കളാകും. ഇന്ന് കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്ന് പറയും, നാളെ നേരെ തിരിച്ചു പറയും. സോ ഇറ്റ് ഡസന്റ് മാറ്റർ. ഇത് ഉള്ളിലോട്ടൊന്ന് കയറണം കേട്ടോ. മനുഷ്യന് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം അത് നല്ലതാണ്. പിന്നെ ചുമ്മാതെ മനുഷ്യന് പറയിപ്പിക്കാൻ അവസരം ഉണ്ടാക്കിയേച്ച് പറയിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അത് ചിലർ ഇതിനകത്ത് അഭയം ചൊല്ലാറുണ്ട്. എന്തോ വേണേ പറഞ്ഞോട്ട്, എനിക്കെന്നെ നോ ആ കാര്യമല്ല പറയുന്നത്. ദൈവഹിതപ്രകാരം ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച ശേഷം മനുഷ്യർ നമ്മളെ കുറിച്ച് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ഒപ്പീനിയൻ ഇറ്റ് ഡസന്റ് മാറ്റർ, അതൊരു വിഷയമേ അല്ല. 2, നമ്മുടെ മനസാക്ഷിയിൽ കുത്തുണ്ടായില്ലെങ്കിലും വിഷയമല്ല. കാരണം കുത്തുണ്ടാകാതിരിക്കാനുള്ള കാര്യം എന്നാ? ഈ മനസാക്ഷിയെ ശരിക്ക് തഴമ്പിപ്പിച്ച് വെച്ചേക്കുക. അപ്പൊ പിന്നെ കുത്തുണ്ടാകില്ല. അപ്പൊ അതും വിഷയമല്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ എന്തല്ല? നീതിമാനല്ല. ഈ 2 കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. മനുഷ്യന്റെ ഒപ്പീനിയൻ, മനുഷ്യന്റെ അഭിപ്രായം, മനുഷ്യന്റെ പോപ്പുലർ ഒപ്പീനിയൻ വിഷയമല്ല. എൻ്റെ തന്നെ മനസാക്ഷിയിലും എനിക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിലും അതും വിഷയമല്ല. എന്തുകൊണ്ട് വിഷയമല്ല? കാര്യങ്ങളെ അതുപോലെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്
മാത്രമേ കഴിയത്തുള്ളൂ. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായവിധിയാണ് കൃത്യമായിട്ടുള്ളത്. അവിടുത്തെ ന്യായവിധിയിൽ ഒരു സ്വജനപക്ഷപാതവുമില്ല, ഒരു ഫേവറിറ്റിസവുമില്ല, ഒരു മുഖപക്ഷവുമില്ല. കാര്യങ്ങൾ എന്താണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യക്തതയോടെ കാണുകയും വ്യക്തതയോടെ ന്യായം വിധിക്കുകയും ചെയ്യുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. യേശുവും അങ്ങനെയാ ചെയ്തത്. തന്നെ ദുഷിച്ചപ്പോൾ ന്യായമായി വിധിക്കുന്നവെങ്കിൽ എന്ത് ചെയ്തു? കാര്യം ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ന്യായമായി വിധിക്കുന്നവെങ്കിൽ. അപ്പോൾ അന്യായമായി മനുഷ്യർ വിധിച്ചപ്പോൾ ന്യായമായി വിധിക്കുന്നവെങ്കിൽ എന്ത് ചെയ്തു? കാര്യം ബോധിപ്പിച്ചു. അപ്പോൾ ന്യായമായി വിധിക്കുന്നവന്റെ സന്നിധാനത്തിൽ പരമാർത്ഥതയോടെ നിൽക്കാനുള്ള ആ പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇന്നും ഈ പ്രസംഗം പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുക, ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. 2 കൊരിന്ത്യർ 5:10 നാം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകട്ടെ, ഇവിടെ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ കണ്ണിനു മുൻപാകെ ഒന്നും മറച്ചു വെക്കാൻ കഴിയത്തില്ല. ആ കാര്യമാണ് പൗലോസിനോട് പറയുന്നത്. ഈ ന്യായകർത്താവിനെ കുറിച്ച് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പൗലോസ് പറയുന്നു. ഒന്ന്, ഈ ന്യായകർത്താവ് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുന്നവൻ. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. അതായി ഈ ന്യായകർത്താവിൻ്റെ ഒന്നാമത്തെ സവിശേഷത. ഹി exposes the motives of men's hearts. He exposes whatever is hidden in darkness. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതിനെ എക്സ്പോസ് ചെയ്യും. അത് ഈ ന്യായകർത്താവിൻ്റെ മാത്രം സവിശേഷതയാണ്. ലോകത്തിൽ ഒരു ജഡ്ജിക്കും ഈ സവിശേഷതയില്ല. സകല ജഡ്ജ്മെന്റും ടെക്നിക്കാലിറ്റിയില്ല, സാങ്കേതികത്വത്തില. ശ്രദ്ധിച്ചേ, ലോകത്തിലെ സകല ജഡ്ജ്മെന്റും സാങ്കേതികത്വത്തില. എന്താ സാങ്കേതികത്വം? ന്യായം പറയുന്ന ജഡ്ജിക്കും അറിയാം ഇവൻ ചെയ്തതാണെന്നറിയാം, പക്ഷെ ടെക്നിക്കലി അവനെ കൺവിക്ട് ചെയ്യുവാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ സാങ്കേതികമാകുന്ന ടെക്നിക്കലായിട്ട് ഒഴികഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഇടമല്ല ക്രിസ്തുവിന്റെ ന്യായാസനം. ലോകത്തിൽ പറ്റും, നല്ല അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ കാര്യം നടക്കും. സാങ്കേതികമായിട്ട് അത് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രിയ സഹോദരൻ അറിയാം ഞാൻ ഈ പറയുന്ന കാര്യം. പ്രിയമുള്ളവരെ, എന്നാൽ കർത്താവിന്റെ മുൻപാകെ എന്ത് പറ്റത്തില്ല? ഇത് നടക്കുകയില്ല. കാരണം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ ആലോചന വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ജഡ്ജ്മെന്റിനെ നമ്മൾ വളരെ വളരെ ഗൗരവമായിട്ടെടുക്കേണ്ടത്. അത് നമുക്ക് സന്തോഷവുമാണ്, അതേസമയം നമ്മൾ ഭയപ്പെടുകയും ചെയ്യേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് സന്തോഷമെന്നുള്ളത്? മനുഷ്യൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രമമായിട്ടും വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ ജീവിച്ചാലും മനുഷ്യൻ എന്തെല്ലാം പറഞ്ഞാലും അതിനെയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. അയ്യോ, എന്തൊരു സന്തോഷം! നേരെ മറിച്ച് മനുഷ്യരൻ നമ്മെക്കുറിച്ച് എത്ര നല്ലതായിട്ട് പറഞ്ഞു, പക്ഷേ ആ ന്യായവിധി ദിവസത്തിങ്കൽ നമ്മുടെ പുറം മൂടിയെല്ലാം മാറ്റിയിട്ട് നാം തനിയെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇത് രണ്ടും നമ്മൾ ഉൾക്കൊള്ളണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് നമുക്ക് ആശ്വാസമാണ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് നമ്മെ ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ
നമ്മെ പ്രേരിപ്പിക്കേണ്ട ഘടകമാണ്. കർത്താവിൻ്റെ കണ്ണിനും ദൃഷ്ടിക്ക് മുൻപാകെ മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ലെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല 3:15 നമ്മൾ വായിക്കുന്നു, തീ തന്നെ എന്ത് ചെയ്യും? അതിനെ ശോധന ചെയ്യും. തീ എന്നുള്ളത് ദൈവവചനമാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു. അത് ചേർത്ത് വായിച്ചാൽ എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ഉം 13-ഉം ചേർത്ത് വായിച്ചാൽ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്താണ്? ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നത് വരെ തുളച്ച് ചെല്ലുന്നതുമാകുന്നു. അടുത്ത വാക്യം, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. പിന്നെ അവന് മറഞ്ഞു. എന്തുകൊണ്ട് ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല? ദൈവവചനം കൊണ്ടാണ് ചിന്തകളെ, മോട്ടീവ്സിനെ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. എന്നിട്ട് പറയുക, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവിടുത്തെ കണ്ണിന് മുൻപാകെ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. സകലവും ദൈവം മുൻപാകെ. ചില വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. 1 ശമൂവേൽ 16:7 എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ 1 ശമൂവേൽ 16:7, 1 ദിനവൃത്താന്തം, 1 Chronicles 28:9, 28:9, സങ്കീർത്തനം 139:1, 11, 12 വാക്യങ്ങൾ, യെരമ്യാവിന്റെ പ്രവചനം 17:10. ഈ വാക്യങ്ങളെല്ലാം വായിച്ചാൽ ഏതായാലും ഒരു വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. നോക്കിയേ, ഇത് ദൈവത്തിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്നും ഉള്ളൊരു സ്വഭാവമാണ്. ഇതിനൊരു മാറ്റവും ഇല്ല, കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് അവന്റെ കണ്ണിന് തോന്നുന്ന പോലെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഹൃദയത്തെ നോക്കുന്നു. ഞാൻ ബാക്കി പറഞ്ഞ വേദഭാഗങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കൊള്ളും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 4, 6-ാം വാക്യം, 18-ാം വാക്യം, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രതിഫലം. അപ്പം ഉപവാസം എന്നുള്ളത് അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. ഇന്ന് കാണുന്ന 21 ദിവസത്തെ ഉപവാസ യജ്ഞങ്ങളൊന്നും ദൈവവചന പ്രകാരമല്ല. ഒരു കർത്തൃഭൃത്യൻ ഒരിക്കൽ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിനെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. വലിയൊരു ടെന്റ്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു കുട്ടിപ്പന്തലുണ്ട്. കുട്ടിപ്പന്തൽ നോക്കിയപ്പോൾ ആ റബ്ബറും തോട്ടത്തില്ല. ആ കുട്ടിപ്പന്തത്തിൽ വലിയ അണ്ടാവിനകത്ത് ചോറും കറിയെല്ലാം വേകുക. ഇപ്പുറത്തെന്താ നടക്കുന്നേ? ഉപവാസ യജ്ഞം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്തിനാ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വലിയ ചെമ്പിനകത്ത് ചോറുണ്ടാക്കുക. പറഞ്ഞ അത് ഉപവാസം ഇല്ലാതെ വരുന്നവർക്ക് വേണ്ടി. എന്തിനാ ഈ പരിപാടി നടത്തുന്നേ? എന്തിനാ ഈ യജ്ഞം നടത്തുന്നത്? ദൈവവചനം പഠിപ്പിക്കുന്നത് അങ്ങനല്ല, രഹസ്യത്തിൽ കാണുന്ന. അപ്പം പരസ്യമായിട്ട് പ്രതിഫലം ലഭിക്കാൻ ചെയ്യുന്നതിനെല്ലാം ഇവിടെ എന്ത് ചെയ്തു? കിട്ടിപ്പോയി. പ്രാർത്ഥനയെക്കുറിച്ചും നിങ്ങൾ വായിച്ചു നോക്കണം. 6-ാം വാക്യം, 18-ാം വാക്യം. ഞാൻ പറയട്ടെ, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ കിട്ടാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ ദൈവം തരും. തരികയിലൊന്നും ഞാൻ പറയുന്നില്ല. തരും നിശ്ചയമായിട്ടും തരും. പക്ഷെ കിട്ടിപ്പോയി. രഹസ്യത്തിൽ കാണുന്ന പിതാവ് സ്വർഗത്തിൽ പ്രതിഫലം വീതിക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഇവിടെ കിട്ടിയല്ലോ, നിത്യതയ്ക്ക് വേണ്ടി എന്ന് ചെയ്യുന്നു. ഞാൻ വായിക്കട്ടെ. മാത്രമല്ല, പ്രതിഫലം എന്നുള്ളത് നമ്മൾ വായിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് പ്രതിഫലം ലഭിക്കുന്നത്. എബ്രായ ലേഖനം 11:6 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുന്ന് എന്ത് ചെയ്യുന്നു? ആ വാക്യം ഒന്ന് എടുത്തൊന്ന് വായിച്ച അതിന്റെ 2-ാം ഭാഗമാണ്. അല്ല യെസ്
അല്ലല്ല, ദൈവത്തെ അതിന്റെ 6-ാമത്തെ വാക്യം 11:6, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. നോക്കുക, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. അപ്പൊ ആർക്കാ പ്രതിഫലം കിട്ടുന്നേ? തന്നെ അന്വേഷിക്കുന്നവർക്ക്. താൻ തരുന്നത് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഈ ഭൂമിയിൽ എന്തോ കിട്ടി? പ്രതിഫലം കിട്ടി. തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കിട്ടും? സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. വ്യത്യാസം മനസ്സിലാക്കണേ. ഇവിടെ കിട്ടുകയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കിട്ടുമല്ലോ, ദിവസം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ തന്നെ അന്വേഷിക്കുന്നതാരെന്നും താൻ തരുന്നത് അന്വേഷിക്കുന്നതാരെന്നും ഒക്കെ ദൈവത്തിന് അറിയാം. തന്നെ അന്വേഷിക്കുന്നവർക്ക് നിത്യതയിൽ നിലനിൽക്കുന്ന പ്രതിഫലം കിട്ടും. താൻ തരുന്നതിനെ അന്വേഷിക്കുന്നവർക്ക് ഇവിടെ തീർന്നു പോകുന്ന പ്രതിഫലം കിട്ടും. ഏതാ നമുക്ക് വേണ്ടിയെന്നുള്ളത് ഇന്ന് ചിന്തിച്ചു. പ്രിയരെ, നമ്മൾ അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ 2 കൊരിന്ത്യർ 5:9 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്? 5:9 കൂടെ ഞാൻ വായിച്ച് ആ വേദഭാഗം വായിച്ച് അവസാനിപ്പിക്കാം. യെസ്, യെസ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ശരീരത്തിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ വി ആർ അറ്റ് ഹോം ഇൻ ദ ബോഡി ഓർ വി ആർ അവേ ഫ്രം ഇറ്റ്. വാട്ട് മാറ്റേഴ്സ് ഈസ് വെദർ വി പ്ലീസ് ഹിം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവോ എന്നുള്ളതാ ഞങ്ങൾക്ക് വിഷയം. ശ്രദ്ധിച്ചേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ചാണ് ഏറ്റവും അനുഗ്രഹീതമാകുന്ന മാതൃക നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 3:17 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എപ്പോഴാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? ഇത് പറഞ്ഞത് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോഴോ മരിച്ചവരെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോഴോ അല്ല. അതാ ശ്രദ്ധേയം. ഒരു ശുശ്രൂഷയും പരസ്യമായി ചെയ്യുന്നതിന് മുൻപേ ആരും അറിയാതെ നസ്രയത്തിൽ തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങുകയും തൻ്റെ ഉത്തരവാദിത്തങ്ങളെ ചെയ്ത് ആരും അറിയാതിരുന്ന ആ 30 വർഷത്തെക്കുറിച്ച് സ്വർഗത്തിലെ പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷങ്ങൾ ലോകം അറിഞ്ഞിട്ടില്ല. ലോകം അറിയുന്നത് 3.5 വർഷത്തെ കാര്യങ്ങളെ അറിയുന്നുള്ളൂ. പക്ഷെ 30 വർഷത്തേത് ലോകമറിയാത്തത് സ്വർഗത്തിലെ പിതാവ് കണ്ടു. പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവസന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ലോകം അറിയാത്തത് ചിലത് നമ്മെക്കുറിച്ച് പറയാൻ കഴിയുമോ? രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് കണ്ണുനീരോടെ, ആവലോടെ, ഹൃദയ നുറുക്കത്തോടെ നാം ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആ അടക്കാത്ത വാഞ്ചയുള്ളത്, കർത്താവിനോടുള്ള സ്നേഹമുള്ളത്, ഇതൊക്കെ സ്വർഗത്തിലെ പിതാവ് കാണുന്നു. ആകയാൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്ന ആ ന്യായവിധിയിൽ ഹല്ലേലൂയ അന്ന് പുകഴ്ചയുണ്ടാകേണ്ടതിന് വിശുദ്ധിയോടും വേർപാടോടും ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമാകുന്ന അനുഭവങ്ങളിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. സഹോദരന്മാർ